സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിന് നിൽക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന് പകരം PRDയുടെ മാർഗങ്ങളിലൂടെ തന്നെ കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാൻ പുതിയ രീതികൾ പയറ്റാമായിരുന്നു. വേണമെങ്കിൽ PRDക്ക് തന്നെ ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ട് PRDയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്താം. ഇനി വേറൊരു കാര്യം, കോടതി ഇതിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതുകൊണ്ടല്ല ഇതിനെ ഇപ്പോൾ സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ബജറ്റ് അലോക്കേഷനോ ഫിനാൻഷ്യൽ സാങ്ഷനോ ഇല്ലാതെ സാമ്പത്തിക നയം ലംഘിച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കാരണം. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇതുവരെ വന്ന വിധിയുടെ വിവരങ്ങൾ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഈ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട വളണ്ടിയർമാരാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ പ്രചാരണം പോലെയാണ് എന്ന് കോടതി വിലയിരുത്തുമ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് തൽക്കാലം നിർത്തിവെക്കാനുള്ള കാരണം, അതിൻ്റെ സ്റ്റേ കൊടുക്കാനുള്ള കാരണം ഈ സാമ്പത്തിക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചില്ല എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എനിക്ക് തോന്നുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയൊക്കെ വിരളമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെക്കുകയും പിന്നീട് അനാവശ്യമായ ഒരു സമയനഷ്ടത്തിലേക്കും കൂടുതൽ അതിൻ്റെ ഈ പറയുന്ന പ്രചാരണത്തിൻ്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താനുള്ള സമയം ഇതിനു വേണ്ടിയിട്ട് വൃഥാ ചെലവഴിക്കേണ്ടിയും വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഇനി പോകാൻ സാധ്യതയുണ്ടോയെന്നും എനിക്ക് സംശയമാണ്. പിന്നെ ചെറിയ ഈ സാമ്പത്തിക കാര്യങ്ങളിലെ ഇത്തരം ചട്ടങ്ങളിലെ ചില ക്രമക്കേടോ അല്ലെങ്കിൽ വീഴ്ചയോ മാത്രമാണുള്ളതെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളത് സർക്കാർ അന്വേഷിക്കുകയും ചെയ്യും.